വളരെ സുപ്രധാനമായ വാർത്തയിലേക്ക് പീപ്പിൾ ടി വി പോകുന്നു. ഫസൽ വധക്കേസിൽ നിർണായക വഴിത്തിരിവായ ഫോൺ സംഭാഷണം പുറത്ത്. ഫസൽ കേസിലെ യഥാർത്ഥ കൊലപാതകി നടത്തുന്ന ഫോൺ സംഭാഷണമാണ് പുറത്തായത്. RSS പ്രവർത്തകനായ ഷിനോജും മറ്റൊരാളും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണിത്. സംഭാഷണം പീപ്പിൾ ടി വി പുറത്തുവിടുന്നു. അതിലേക്ക് ആദ്യം അത് മാത്രമല്ല എന്റെ പ്രശ്നം. പ്രശ്നങ്ങളും നാലഞ്ച് കേസുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാലേ ഓരോന്നും ആ ഒരു കേസ് മാത്രമല്ലേ ബന്ധമുള്ളൂ. അങ്ങനെയല്ല, അതൊന്നല്ല, നല്ല കേസായിട്ട് ബന്ധമുണ്ട് എനിക്ക്. അത് ഞാൻ മാറിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്തെല്ലാം ബന്ധമുണ്ട്. അവരൊന്നും ചെയ്യുന്നില്ല. അത് അത്ര വലിയ ഉറപ്പ് എനിക്കില്ല. ഇതിന്റെ പോലൊന്നല്ല എന്റെ പ്രശ്നം. നീ എന്ത് വേറെ കൊലക്കേസിന് നീണ്ടാ 5 കൊലമായിട്ട് ബന്ധമാണ് നിങ്ങള് പറയുന്നത്. ആര് പറഞ്ഞു? RSS പറഞ്ഞ? നീ പറഞ്ഞ? പറഞ്ഞില്ലേ, നിങ്ങള് പറഞ്ഞില്ലേ 16ാമത്തെ വയസ്സിൽ എന്റെ പേരിൽ കൊലക്കേസ് വന്നിട്ടുണ്ട്. കൊലക്കേസ് വന്നിട്ടില്ലെങ്കിൽ അതുണ്ട്. 1 2 ആണെങ്കിൽ എനിക്ക് ഓക്കെ സംഭവം ശരി തന്നെ. അവർക്കറിയാം ഇത് മറ്റേതെല്ലാം കണിയും എന്നുള്ളതുകൊണ്ട് എന്നെ തീർക്കപ്പെടും. വേറെയും കുറേ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നറിയാം. അവർക്ക് ഞാനാണ് എന്റെ മെയിൻ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും എല്ലാം അറിയാം. അത് അതിന് മുന്നേ എന്നെ തീർക്കും. അതിന് എനിക്ക് ജീവിക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ വേറെ ഉപയോഗിക്കാണ്ടെന്നാണ് നമ്മളെ ജീവിതമായിട്ട് കുടുംബം അങ്ങനെ ഒന്നും പോകുന്ന ആൾക്കാരാണ്. എനിക്കെന്നെ ഇനി എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മൊത്തം പോക്കാം. അങ്ങനെ സംസാരിക്കാന്ന് വെച്ചാല് 3-4 കൊണ്ടൊന്നും തിരിയുന്നില്ല. അങ്ങനെ 3-4 കൊലപാതകം കൊണ്ടൊന്നും തിരിയില്ല. ഞാൻ സംസാരിക്കാമെന്ന് വിചാരിച്ചത് നിങ്ങൾ മൊത്തം കൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കും. ഞാൻ തന്നെ ഞാൻ വല്ലാത്തൊരവസ്ഥയിലല്ലേ. എന്താവസ്ഥ? എന്നാ പറയണ്ടേ? പറയണോ വേണ്ടോ? അല്ലെങ്കിൽ നീ കാര്യങ്ങൾ പറ. ആദ്യം തരണം, എന്നിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ വേറെ ആദ്യം തരണം. സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കണം. ഞാൻ എന്റെ ലൈഫ് അത് ഗ്യാരണ്ടി ആണെങ്കിൽ മാത്രം ഞാൻ എല്ലാം നിൽക്കാം. ഞാൻ അങ്ങോട്ട് വന്നല്ലേ. അത് മാത്രമല്ല, പല കേസിനും 5ഉം 6ഉം സംസാരിക്കാം. പക്ഷേ എനിക്ക് സേഫ് ആയിരിക്കണം. ഈ സംഭവം ഓക്കെ ആണെങ്കിൽ മാത്രം എന്ത് ഓക്കെ ആക്കി നാട്ടിൽ തന്നെ നിൽക്കേണ്ടതാണ്. പാസ്പോർട്ടിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇപ്പൊ പറയണ്ടേ. ഇത് നാട്ടിൽ ജീവിക്കണോ? പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. ഒന്നും മനസ്സിലാവില്ല, അവർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ വളരെ സുപ്രധാനമായ സംഭാഷണമാണ് ഷിനോജിൻ്റെതായി പുറത്തു വരുന്നത്. ഷിനോജ് RSS പ്രവർത്തകൻ. അദ്ദേഹം മറ്റൊരാളുമായി കാര്യങ്ങൾ വ്യക്തമാക്കുകയാണ്. താനാണ് ഈ കേസിലെ പ്രതിയെന്ന് അടക്കം വ്യക്തമാക്കുന്ന ശബ്ദരേഖ. മാത്രവുമല്ല, നിരവധി കേസുകൾ, ഏകദേശം 5ഓളം കേസുകളിൽ താൻ പ്രതിയാണ് എന്നും സമർത്ഥിക്കുന്നു. വളരെ സുപ്രധാനമായ ഒരു ടെലിഫോൺ സംഭാഷണമാണ് പീപ്പിൾ ടി വി ഫസൽ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ മൊഴിയെന്നൊരു പക്ഷേ സാക്ഷി മൊഴി എന്ന രീതിയിൽ, അല്ലെങ്കിൽ കുറ്റപത്ര മൊഴി എന്നൊക്കെ വ്യാഖ്യാനിക്കാവുന്ന തരത്തിലേക്ക് പോകുന്നു കാര്യങ്ങൾ. കൂടുതൽ വിശദാംശങ്ങൾ, ആ ടെസ്റ്റിൻ്റെ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നു, ഒക്കെയുള്ള കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ജീവൻകുമാർ നൽകും. ജീവൻ, എന്താണ് ഇതിൻ്റെ പശ്ചാത്തലം? എങ്ങനെയാണ് സംഭാഷണം മുന്നോട്ട് പോകുന്നത്? ഏത് രീതിയിലാണ് കാര്യങ്ങൾ? പ്രജീഷ്, ഒരുപക്ഷെ 10 വർഷങ്ങളിലേറെയായി സമൂഹത്തിൽ വലിയ ചോദ്യങ്ങൾ ഉയർത്തിയ ഒരു വലിയ കേസായിരുന്നു തലശ്ശേരിയിലെ ഫസൽ കേസ്. CPIM-ന്റെ നേതാക്കന്മാർ, ഏതാണ്ട് കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാക്കളായ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും പ്രതിപ്പട്ടികയിൽ ആരോപണ വിധേയരായി നിൽക്കുന്ന കേസ്. CBI ആ കേസിൽ ചാർജ് ഷീറ്റ് കൊടുത്ത ഈ കേസിൽ വളരെ സുപ്രധാനവും നാടകീയവുമായ ചില വഴിത്തിരിവുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായി. ഒന്ന്, അടുത്തിടെ കണ്ണൂരിൽ കൊല്ലപ്പെട്ട പടുവിലായി മോഹനൻ വധക്കേസിൽ ഒരു പ്രതി കുപ്പി സുബീഷ് എന്ന ഒരു പ്രതി ആ കേസിൽ അറസ്റ്റിലായി. തുടർന്ന് പോലീസിൻ്റെ ചോദ്യം ചെയ്യലിലാണ് ഫസൽ കേസുമായുള്ള കുപ്പി സുബീഷിൻ്റെ ബന്ധം സംബന്ധിച്ചുള്ള ചില നിർണായകമായ വെളിപ്പെടുത്തലുകൾ പോലീസിൻ്റെ കസ്റ്റഡിയിൽ സുബീഷ് നടത്തുന്നത്. ഇത് ഇപ്പോൾ പീപ്പിൾ TV പുറത്തുവിടുന്നത് കുപ്പി സുബീഷിൻ്റെ വെളിപ്പെടുത്തലല്ല, പകരം ഫസൽ കേസിൽ യഥാർത്ഥ പ്രതിയായ
ഷിനോജ് എന്ന് പറയുന്ന ഒരു RSS പ്രവർത്തകൻ മറ്റൊരാളുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണമാണ്. കുപ്പി സുബീഷിന്റെ വെളിപ്പെടുത്തലുകൾ വരുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരാളുമായി നടത്തിയ ഈ സംഭാഷണമാണ് യഥാർത്ഥത്തിൽ പോലീസിനെ ഈ കേസിൽ സുബീഷിനെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള നിലപാടുകളിലേക്കും സുബീഷിന്റെ ഇൻവോൾവ്മെന്റ് കൂടുതൽ വെളിവാക്കുകയും ചെയ്യുന്നത്. ഈ കേസിൽ അതായത് ഫസൽ കേസിൽ നിർണായകമായ ആക്ഷനിൽ പങ്കെടുത്ത വ്യക്തി കൂടിയാണ് ഷിനോജ്. 2006 ഒരു പെരുന്നാൾ തലേന്ന് തലശ്ശേരി സെയ്താർ പള്ളിയുടെ സമീപത്ത് വെച്ച് പുലർച്ചെയാണ് ഫസൽ എന്ന NDF പ്രവർത്തകൻ കൊല്ലപ്പെടുന്നത്. NDF പ്രവർത്തകൻ കൊല്ലപ്പെട്ടതിനു ശേഷം ഈ കേസ് ആദ്യഘട്ടത്തിൽ NDF എന്ന് ആരോപിച്ചിരുന്നത് ഈ കേസിന്റെ പിന്നിലുള്ള യഥാർത്ഥ പ്രതികൾ RSSകാരായിരുന്നു എന്നായിരുന്നു NDF ആദ്യം ആരോപിച്ചത്. എന്നാൽ ദിവസങ്ങൾക്ക് ശേഷം ആ നിലപാട് അവർ മാറ്റുകയും CPIMന് നേരെ, അതായത് CPMന്റെ നേതാക്കന്മാരുടെ അറിവോടുകൂടി CPMന്റെ തലശ്ശേരിയിലെ ഏരിയ കമ്മിറ്റിയുടെ അറിവോടുകൂടി CPMന്റെ പ്രവർത്തകർ നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത് ഫസലിനെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നതായിരുന്നു NDFന്റെ ആരോപണം. സമാനമായ ആരോപണം RSS മുൻപോട്ട് വെക്കുകയുണ്ടായി. തുടർന്ന് ഈ കേസ് വിവാദമായതിനെ തുടർന്ന് ലോക്കൽ പോലീസും തുടർന്ന് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചു. അതിനുശേഷമാണ് CBIയുടെ പക്കലേക്ക് ഈ കേസ് എത്തുന്നത്. തുടർന്ന് CBI ആണ് CPIMന്റെ നേതാക്കന്മാരായ കാരായി രാജനെയും കാരായി ചന്ദ്രശേഖരനെയും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തുന്നത്. നിലവിൽ ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ട ഈ സംഭാഷണത്തിന്റെ അടിസ്ഥാനത്തിൽ RSS പ്രവർത്തകനായ ഷിനോജ് മറ്റൊരാളുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് പറയുന്നത് ഫസൽ കേസിൽ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്തത് ഇന്നാരൊക്കെയാണ് എന്ന് തനിക്കറിയാം. ഈ കേസിൽ തനിക്ക് പങ്കുണ്ട്. പക്ഷേ തനിക്കിപ്പോൾ പുറത്തു പറയാൻ ഈ കാര്യം പറയുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, താൻ പ്രതിയല്ലാത്ത മറ്റു ചില, അതായത് താൻ നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത മറ്റ് 3-4 കൊലക്കേസുകളുണ്ട്. എന്നാൽ പോലീസിന്റെ കണ്ണിൽ താൻ പ്രതിയല്ല. എന്നാൽ ഡയറക്റ്റ് ആക്ഷനിൽ പങ്കെടുത്ത ആളെന്ന തരത്തിൽ ഫസൽ കേസിൽ ഒരു റിവിലിയേഷൻ നടത്തുകയാണെങ്കിൽ മറ്റു കേസുകളിൽ കൂടി RSS തന്നെ ഉൾപ്പെടുത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ അത് തൻ്റെ ജീവന് തന്നെ അപായമാകുന്ന ഘട്ടം വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഈ കേസിൽ വെളിപ്പെടുത്തലുകൾ നടത്താൻ കഴിയില്ല. അഥവാ വെളിപ്പെടുത്തലുകൾ നടത്തണമെന്ന് ഉണ്ടെങ്കിൽ തനിക്ക് എല്ലാവിധമായ പിന്തുണയും ഗ്യാരണ്ടിയും, തൻ്റെ ജീവന് ഗ്യാരണ്ടി തരാൻ തയ്യാറുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്, ഷിനോജ് ചോദിക്കുന്നത്. ഒപ്പം തനിക്ക് മരിക്കാൻ പേടിയില്ല, എന്നാൽ തന്നെ ഉപയോഗപ്പെടുത്താതിരുന്നാൽ മതി, താനെല്ലാം വെളിപ്പെടുത്താം, പക്ഷേ തന്നെ സംരക്ഷിക്കുമെന്ന ഗ്യാരണ്ടി തരണം. RSSനെതിരെ വെളിപ്പെടുത്തൽ നടത്തി തനിക്ക് ഈ നാട്ടിൽ ജീവിക്കാനാവില്ല, തനിക്ക് ഈ നാട്ടിൽ ജീവിക്കണമെന്നുണ്ട്. 20ാമത്തെ വയസ്സിൽ ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ട ആളാണ് താൻ. പല കൊലയിലും തനിക്ക് എന്തുകൊണ്ടാണ് ഈ കേസിൽ വെളിപ്പെടുത്തൽ നടത്താൻ കഴിയാത്തത് എന്ന് ഷിനോജ് ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. മറ്റു പല കൊലക്കേസുകളിലും മുഖ്യ ആസൂത്രകനായി പ്രവർത്തിച്ച ആളാണ് താൻ. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ മാത്രമായി പറയുകയാണെങ്കിൽ താൻ പൂർണ്ണമായും ഒറ്റപ്പെടും. ഈ കേസിൽ CPIM, അതായത് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്ന ഈ സംഭാഷണ പ്രകാരം കേസിൽ ഒരുപക്ഷെ പുതിയ ഒരു വെളിപ്പെടുത്തൽ തന്നെയാണ്. ഈ കേസിൻ്റെ തുടർചലനങ്ങൾ ഒരുപക്ഷെ വലിയ രാഷ്ട്രീയ കോളിളക്കം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കേസ് കൂടിയാണ്. പുതിയൊരു സാക്ഷി, പുതിയ കേസിൽ ഉൾപ്പെട്ട വ്യക്തി തന്നെ വന്ന് പറയുകയാണ് ഈ കേസിൽ കാരായി രാജനും കാരായി ചന്ദ്രശേഖരനും അല്ല ഈ കേസിൽ ആസൂത്രണം നടത്തിയതോ മറ്റു കാര്യങ്ങൾ ചെയ്തതോ, അത് തങ്ങൾ തന്നെയാണ്. RSSന്റെ അറിവും സമ്മതത്തോടും കൂടി തങ്ങൾ നടത്തിയ കൊലപാതകമാണ്. ഈ കൊലപാതകത്തിൽ മറ്റ് CPIM നേതാക്കന്മാർക്ക് ബന്ധമുണ്ടായിരുന്നില്ല. പക്ഷെ തനിക്ക് ഈ കാര്യം വെളിപ്പെടുത്താനാവില്ല. കാരണം RSS അറിഞ്ഞാൽ അവർ തന്നെ തീർക്കും, തന്നെ അപായപ്പെടുത്തും എന്ന് ഷിനോജ്, RSS പ്രവർത്തകനായ ഷിനോജ് ഈ കാര്യത്തിൽ പറയുന്നുണ്ട്. തനിക്ക് മറ്റ് 4-5 കേസുകളുമായി ബന്ധമുണ്ട്. ശ്രീ MV ജയരാജൻ ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ ജയരാജൻ, കേസിൽ സുപ്രധാന വഴിത്തിരിവിലേക്ക് പോകുന്ന തരത്തിലുള്ള ടെലിഫോൺ സംഭാഷണമാണ് പീപ്പിൾ TV പുറത്തേക്ക് വിടുന്നത്. സുബീഷിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് ഉള്ള കാര്യങ്ങൾ ജനമധ്യത്തിലേക്ക് എല്ലാ കാര്യങ്ങളും വ്യക്തമായതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഷിനോജുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ സംഭാഷണം പുറത്തേക്ക് വരുന്നത്. ദയവായി താങ്കൾ ടെലിഫോൺ ലൈനിൽ തുടരണം. താങ്കളുടെ ശ്രദ്ധയിലേക്ക് ആ ടെലിഫോൺ സംഭാഷണം ഞങ്ങൾ പുറത്തേക്ക് ഒരിക്കൽ കൂടി കേൾപ്പിക്കുകയാണ്. അതിലേക്ക് സംസാരിച്ച അത് മാത്രമല്ല എന്റെ പ്രശ്നം. മിക്ക പ്രശ്നങ്ങളും 4-5 കേസുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാലേ ഓരോന്നും ആ ഒരു കേസ് മാത്രമല്ലേ ബന്ധമുള്ളൂ. അങ്ങനെയല്ല, അതൊന്നല്ല, നല്ല കേസുമായിട്ട് ബന്ധമുണ്ട് എനിക്ക്. അത് ഞാൻ മാറിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്തെല്ലാം അവരൊന്നും ചെയ്യുന്നില്ല. അത് അത്ര വലിയ ഉറപ്പ് എനിക്കില്ല. ഇതിന്റെ പോലൊന്നല്ല എന്റെ പ്രശ്നം.
നീ എന്ത് വേറെ കൊലക്കേസിന് നീ എന്താ 5 കൊലമായിട്ട് കൊണ്ടതാണ് നിങ്ങൾ പറയുന്നത്. ആര് പറഞ്ഞു? ആർസ് പറഞ്ഞ? നീ പറഞ്ഞ? പറയുന്നില്ലേ, നിങ്ങൾ പറയുന്നില്ലേ 16ാമത്തെ വയസ്സിൽ എന്റെ പേരിൽ കൊലക്കേസ് വന്നു. കൊലക്കേസ് വന്നിട്ടില്ലെങ്കിൽ അതുണ്ട്. ചുമ്മാ 2 ആണെങ്കിൽ എനിക്ക് ഇതായിട്ട് ഓക്കെ സംഭവം ശരി തന്നെ. അവർക്കറിയാം ഇത് മറ്റേതെല്ലാം കണിയും എന്നുള്ളതുകൊണ്ട് എന്നെ തീർക്കപ്പെടും. വേറെയും കുറേ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നറിയാം. അവർക്ക് ഞാനാണ് അതിന്റെ മെയിൻ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും ഇതും എല്ലാം അറിയാം. അത് അതിന് മുന്നേ എന്നെ തീർക്കും. അതൊന്നും എനിക്ക് ജീവിക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷേ വേറെ ഉപയോഗിക്കാണ്ടെന്നാണ് നമ്മളെ ജീവിതമായിട്ട് കുടുംബം അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. എനിക്കെന്നെ ഇനി എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം പോക്കാം. അങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ 3-4 കൊണ്ടൊന്നും തിരിയുന്നില്ല. അങ്ങനെ 3-4 കൊലപാതകം കൊണ്ടൊന്നും തിരിയില്ല. ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചത് നിങ്ങൾ മൊത്തം കൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കും. ഞാൻ വല്ലാത്തൊരവസ്ഥയിലല്ലേ. എന്താ അവസ്ഥ? എന്നാ പറയണ്ടേ? പറയണോ വേണ്ടോ? അല്ലെങ്കിൽ നീ പറ, നീ കാര്യങ്ങൾ പറ. ആദ്യം തരണം, എന്നിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എങ്ങനെ? വേറെ ആദ്യം തരണം. സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കണം. ഞാൻ എന്റെ ലൈഫ് വ്യക്തമാണ്. വളരെ സുപ്രധാനമായ ടെലിഫോൺ സംഭാഷണമാണ് പുറത്തേക്ക് വരുന്നത്. ശ്രീ MV ജയരാജൻ, താങ്കൾക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയുകയാണ്. അതായത് സുബീഷ് കഴിഞ്ഞ ദിവസം പോലീസിനോട് കഴിഞ്ഞ ദിനങ്ങളിൽ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യമുണ്ട്. പൊട്ടിക്കരഞ്ഞാണ് പറഞ്ഞതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതായത് യഥാർത്ഥ പ്രതികൾ ഇതിൽ ഉൾപ്പെട്ട ആളുകൾ RSSകാരാണ്. അവർ 5ഓളം കേസുകളിൽ, മറ്റു കൊലപാതക കേസുകളിലൊക്കെ ഉൾപ്പെട്ടവരാണെന്ന് അദ്ദേഹം സുബീഷ് പോലീസിനോട് പറഞ്ഞിരുന്നു. ഇത് സാധൂകരിക്കുന്ന തരത്തിൽ ഷിനോജിൻ്റേത് എന്ന RSകാരനായ ഷിനോജിൻ്റെ അതേ സംഭാഷണമാണ്. അദ്ദേഹം മറ്റൊരാളുമായി ടെലിഫോണിൽ സംഭാഷണം നടത്തുന്ന അതിൻ്റെ യഥാർത്ഥ ശബ്ദരേഖയാണ് ഞങ്ങൾ പീപ്പിൾ TV പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്താണ്? ഗൂഢാലോചന, ഒപ്പം വ്യക്തമായ രീതിയിൽ ഒരു വാതിൽ, ഈ കേസിൽ പുതിയ ഒരു വഴിത്തിരിവിലേക്ക് വാതിൽ തുറക്കുകയാണോ ശ്രീ MV ജയരാജൻ? ഫസലിനെ കൊലപ്പെടുത്തിയത് CPIM അല്ല, RSS ആണെന്നുള്ളത് ഇതിനകം വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ ജനങ്ങൾക്കാകെ ബോധ്യമായിരിക്കുകയാണ്. 2006 സംഭവം അന്ന് തന്നെ NDF-ഉം CPM-ഉം നാട്ടിലുള്ള എല്ലാവരും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ഫസലിനെ കൊലപ്പെടുത്തിയത് RSS ആണെന്ന്. സുബീഷിന്റെ കുറ്റസമ്മതവും ഇപ്പോൾ ഷിനോജ് ടെലിഫോണിലൂടെ RSSന്റെ നേതാക്കന്മാരിൽ ഒരാളോട് നടത്തുന്ന സംഭാഷണം കൈരളി TV പുറത്തുവിട്ടതോടുകൂടി ഈ തെളിവും അടിസ്ഥാനമാക്കിയാൽ തന്നെ ഇതിനകം കാരായി രാജൻ അടക്കമുള്ളവരെ കഴിഞ്ഞ 6 വർഷത്തോളമായി ജയിലിലും നാടുകടത്തിയും ശിക്ഷിച്ച, നിരപരാധിയെ വേട്ടയാടിക്കൊണ്ട് ശിക്ഷിച്ച ആ നടപടി തീർത്തു തെറ്റാണ്. CBI കൂട്ടിലിട്ട തത്തക്ക് പകരം സത്യസന്ധമായി അന്വേഷണം നടത്തുന്ന കൂട്ടിന് വെളിയിലുള്ള തത്തയായി മാറിയാൽ ഒരു ശരിയായ അന്വേഷണത്തിലൂടെ ശ്രീ MV ജയരാജൻ, അതായത് CBIയുടെ കൂടി ക്രെഡിബിലിറ്റി സംശയിക്കുന്ന, വിശകലനം ചെയ്യപ്പെടേണ്ട ഒരു കേസായി ഇത് മാറുകയാണ്. ഇവിടെ ഇത്തരത്തിൽ സംഭാഷണങ്ങളൊക്കെ അതും യഥാർത്ഥ വസ്തുതകളാണ്, കൃത്രിമമോ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ സുബീഷിന്റെ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട് BJP-കാരും RSകാരും പറഞ്ഞത് രാഷ്ട്രീയമായിട്ടുള്ള കെട്ടിച്ചമയ്ക്കലായിരുന്നു, പോലീസിന്റെ നേതൃത്വത്തിലുള്ള ഗൂഢാലോചന. പക്ഷേ ഇത്തരം സംഭാഷണ രൂപങ്ങൾ, ഇതിനൊക്കെ ശാസ്ത്രീയതലത്തിൽ പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ഇതൊക്കെ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള വാതിലുകൾ തുറക്കപ്പെടുകയാണ്. ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ ക്രെഡിബിലിറ്റി CBIയുടെ ഒന്ന് വിശകലനം ചെയ്യുന്ന സാഹചര്യം, രണ്ടൊന്ന് പുതിയ വഴിത്തിരിവിലേക്ക് അന്വേഷണം പോകേണ്ട സ്ഥിതി, ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ പുതിയ പാത വെട്ടിത്തുറക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെ വരുന്നു നിയമതലത്തിൽ? കാരണം കുറ്റപത്രം പോലും സമർപ്പിക്കപ്പെട്ട ഒരു കേസായതുകൊണ്ട് നിങ്ങൾ എന്താണ് ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നത്? CPIM-ന്റെ പേരിൽ CBI രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് കള്ളക്കേസെടുത്തത്. കാരായി രാജൻ അടക്കമുള്ളവർ നിരപരാധികളാണ്. CBIയുടെ വിശ്വാസ്യത ഫസൽ കേസിനോടുകൂടി തകർന്നിരിക്കുകയാണ്. ആ തകർന്ന CBIക്ക് അതിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും യഥാർത്ഥ പ്രതികളെ പിടിക്കുക തന്നെ വേണം. ഇപ്പോൾ സുബീഷിന്റെ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് RSS നേതാക്കന്മാർ പറയുന്നത് പോലീസിന്റെ ഭീഷണിയെ തുടർന്നാണ് ഈ പറയുന്ന
വിവരം പുറത്തു വന്നത് എന്നാണ്. എന്നാൽ ഷിനോജിന്റെ ഫോൺ സംഭാഷണത്തെക്കുറിച്ച് അവർക്ക് എന്താ പറയാൻ കഴിയുക? ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയാൽ ആ ഫോൺ സംഭാഷണം ആരുടേതാണ് എന്ന് ബോധ്യമാവുമല്ലോ. ഷിനോജിന്റെ തന്നെയാണെന്നും ഷിനോജ് വിളിച്ചത് ഒരു RSS നേതാവിൻ്റെതാണെന്നും വ്യക്തമായാൽ ഒരിക്കലും RSSന് ഒരു ഡിഫൻസ് പോലും എടുക്കാൻ കഴിയാത്ത വിധത്തിലാവുമല്ലോ. അതേ ചോദ്യം ശ്രീ എം വി ദയവായി ടെലിഫോൺ ലൈനിൽ തുടരുക. ശ്രീ വി രാജേഷ് BJP നേതാവ് ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീ വി രാജേഷ്, അതായത് താങ്കളുടെ ശ്രദ്ധയിലേക്ക്, കാരണം അത് വേണമെങ്കിൽ താങ്കൾ ആവശ്യപ്പെട്ടാൽ വീണ്ടും ആ സംഭാഷണത്തിലേക്ക് നമുക്ക് പോകാം. അതിനു മുൻപ് ഇതിലെ യഥാർത്ഥ വസ്തു ഞാൻ താങ്കളിലേക്ക് ബോധ്യപ്പെടുത്തുകയാണ്. അതായത് ഈ കേസ്, ഫസൽ കേസിൽ കഴിഞ്ഞ ദിവസം സുബീഷിനെ ചോദ്യം ചെയ്തപ്പോൾ ഉണ്ടായ സാഹചര്യങ്ങൾ, അതായത് ഈ കേസിലെ യഥാർത്ഥ പ്രതികൾ RSSകാരാണ്. അവർ അതിൽ യഥാർത്ഥ പ്രതികളടക്കമുള്ളവർക്ക് മറ്റ് 5ഓളം കേസുകളിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇതേ ഷിനോജ് എന്ന RSS നേതാവ്, BJP നേതാവ്, അദ്ദേഹത്തിൻ്റെ സംഭാഷണമാണ് പീപ്പിൾ TV പുറത്തേക്ക് വിടുന്നത്. അതിൽ പറയുന്ന കാര്യങ്ങൾ താൻ കേസുമായി ബന്ധപ്പെട്ട് നടത്തിയ ഇടപെടൽ, 5ഓളം മറ്റ് കേസുകളിൽ താൻ പ്രതിയാണ്, അതായത് കൊലക്കേസുകളിൽ താൻ ഇൻവോൾവ്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ പറയുന്നു. അതും ശാസ്ത്രീയമായി സ്ഥിരീകരിക്കുന്ന തരത്തിലേക്ക്, അതിന് വഴി തുറക്കുന്ന തരത്തിലേക്കുള്ള ഒരു തെളിവാണ് മുന്നിലേക്ക് വരുന്നത്. ഇതൊരു രാഷ്ട്രീയ നാടകം അല്ലെങ്കിൽ ഗൂഢാലോചന എന്ന് തള്ളിക്കളയാനാണോ താങ്കൾ ഈ നിമിഷത്തിൽ നോക്കിക്കാണുന്നത്? എങ്ങനെ ഈ വസ്തുതകളെ താങ്കൾ വിലയിരുത്തും ശ്രീ രാജേഷ്? അവിടെ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്. എനിക്ക് താങ്കൾ പറയാമെങ്കിലും എന്തൊക്കെ വോയിസ് ഓവർലാപ്പ് ചെയ്ത് വരുന്നുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാമോ? യെസ് അത് ഞങ്ങളുടെ ടെക്നിക്കൽ ടീം ക്രമീകരിക്കും. ഇപ്പോൾ കേൾക്കാമോ താങ്കൾക്ക്? കേൾക്കാം. ഞാൻ ഇതിന് പ്രതികരിക്കുന്നതിന് മുമ്പ് ഈ രാവിലെ കൈരളി കൊണ്ടുവന്ന ഈ വാർത്ത നിങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. എവിടെ നിന്നാണ് ഈ ടെലിഫോൺ സംഭാഷണം കിട്ടിയത്, ആരുടെ സംഭാഷണം എന്നുള്ളത്? അതായത് ഷിനോജ് എന്ന നിങ്ങളുടെ RSS നേതാവ്, BJP നേതാവ് ഷിനോജ് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന പാർട്ടി ഏതെന്ന് ബോധ്യമുള്ളതാണ്. നിങ്ങളുടെ രാജേഷിന് ഒരു പക്ഷേ അത്ര ബോധ്യമില്ലെങ്കിലും ആ മേഖലയിൽ അന്വേഷിച്ചാൽ അറിയാം, വ്യക്തമായ കാര്യങ്ങൾ ബോധ്യമുണ്ട്. ഈ ഷിനോജ് തന്നെയാണ് തൻ്റെ ഇൻവോൾവ്മെന്റ് ഫസൽ കേസിലെ ഇടപെടൽ സംബന്ധിച്ചും മറ്റ് 5ഓളം കേസുകളിൽ തനിക്ക് ഒരു പക്ഷേ ഞാൻ താങ്കൾ സസൂക്ഷ്മം ഒന്ന് കേട്ടാൽ ഒരിക്കൽ കൂടി ഞാൻ ആ സംഭാഷണം താങ്കളിലേക്ക് കേൾപ്പിക്കുകയാണ്. അതിനുശേഷം കുറച്ച് വ്യക്തത താങ്കൾക്ക് കൈവരും. ശ്രീ രാജേഷ്, ദയവായി തുടരുക ആ സംഭാഷണത്തിലേക്ക് ഒരിക്കൽ കൂടി. സംസാരിച്ച അത് മാത്രമല്ല എന്റെ പ്രശ്നം. മിക്ക പ്രശ്നങ്ങളും 4-5 കേസുമായിട്ട് ബന്ധമുള്ള ആളാണ് ഞാൻ. എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു തരത്തിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞാലേ ഓരോന്നും ആ ഒരു കേസ് മാത്രമല്ലേ ബന്ധമുള്ളൂ. അങ്ങനെയല്ല, അതൊന്നല്ല, നല്ല കേസുമായിട്ട് ബന്ധമുള്ളൂ എനിക്ക്. അത് ഞാൻ മാറിയെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കറിയാം എന്തെല്ലാം അവരൊന്നും ചെയ്യുന്നില്ല. അത് അത്ര വലിയ ഉറപ്പ് എനിക്കില്ല. ഇതിന്റെ പോലൊന്നല്ല എന്റെ പ്രശ്നം. നീ എന്ത് വേറെ കൊലക്കേസിന് നീണ്ടാ 5 കൊലമായിട്ട് ബന്ധമാണ് നിങ്ങൾ പറയുന്നത്. ആര് പറഞ്ഞു? RSS പറഞ്ഞ? നീ പറഞ്ഞ? പറഞ്ഞില്ലേ, നിങ്ങൾ പറഞ്ഞില്ലേ 16ാമത്തെ വയസ്സിൽ പേരിൽ കൊലക്കേസ് വന്നിട്ടുണ്ട്. കൊലക്കേസ് വന്നിട്ടില്ലെങ്കിൽ അതുണ്ട്. എന്തോ ആണെങ്കിൽ എനിക്ക് ഇതായിട്ട് ഓക്കെ സംഭവം ശരി തന്നെ. അവർക്കറിയാം ഇത് മറ്റേതെല്ലാം കണിയും എന്നുള്ളതുകൊണ്ട് എന്നെ തീർക്കപ്പെടും. വേറെയും കുറേ ആണെങ്കിൽ അവർക്ക് കിട്ടുന്നറിയാം. അവർക്ക് ഞാനാണ് അതിന്റെ മെയിൻ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതും ചെയ്തതും എല്ലാം അറിയാം. അത് അതിന് മുന്നേ എന്നെ തീർക്കും. അതൊന്നും എനിക്ക് ജീവിക്കേണ്ട ഒരു പ്രശ്നമില്ല. പക്ഷെങ്കിൽ വേറെ ഉപയോഗിക്കാണ്ടെന്നാണ് നമ്മളെ ജീവിതമായിട്ട് കുടുംബം അങ്ങനെ പോകുന്ന ആൾക്കാരാണ്. എനിക്കെന്നെ ഇനി എന്തൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മൊത്തം പോക്കാം. അങ്ങനെ സംസാരിക്കാന്ന് വെച്ചാൽ 3-4 കൊണ്ടൊന്നും തിരിയുന്നില്ല. അങ്ങനെ 3-4 കൊലപാതകം കൊണ്ടൊന്നും തിരിയില്ല. ഞാൻ സംസാരിക്കണമെന്ന് വിചാരിച്ചത് നിങ്ങൾ മൊത്തം കൊടുക്കും. അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുക്കും. ഞാൻ വല്ലാത്തൊരവസ്ഥയിലല്ലേ. എന്താ അവസ്ഥ? എന്നാ പറയണ്ടേ? പറയണോ വേണ്ടോ? അല്ലെങ്കിൽ നീ പറ, നീ കാര്യങ്ങൾ പറ. ആദ്യം തരണം, എന്നിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ വേറെ ആദ്യം തരണം. സംസാരിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. എന്റെ കാര്യങ്ങൾ ഓക്കെ ആക്കണം. ഞാൻ എന്റെ ലൈഫ് അത് ഗ്യാരണ്ടി ആണെങ്കിൽ മാത്രം ഞാൻ എല്ലാത്തിനും നിൽക്കാം. ഞാൻ അങ്ങോട്ട് വന്നല്ലേ. അത് മാത്രമല്ല, പല കേസിനും 5ഉം 6ഉം സംസാരിക്കാം. പക്ഷേ എനിക്ക് സേഫ് ആയിരിക്കണം. ഈ സംഭവം ഓക്കെ ആണെങ്കിൽ മാത്രം
എന്ത് ഓക്കെ ആക്കി നാട്ടിൽ തന്നെ നിൽക്കേണ്ടതാ. പാസ്പോർട്ടിൽ റെഡി ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രം ഞാൻ ഇന്നിപ്പോ പറയണ്ടേ. ഇത് നാട്ടിൽ ജീവിക്കണോ? പിന്നെ നാട്ടിൽ ജീവിക്കാൻ പറ്റില്ല. അവർക്കൊന്നും മനസ്സിലാവില്ല, അവർക്കൊന്നും മനസ്സിലാവില്ല. ഞാൻ ശ്രീ രാജേഷ്, പല സത്യങ്ങളും തുറന്ന് പറയേണ്ടി വരും. നാട്ടിൽ ജീവിക്കാൻ പോലും വയ്യാത്ത സ്ഥിതിയിൽ ഭീഷണി ഉണ്ട്. 5ഓളം കേസുകൾ താൻ പ്രതിയാണ്. 5ഓളം കേസുകൾ, കൊലക്കേസുകൾ, മറ്റ് കേസുകൾ താൻ ചെയ്തിട്ടുണ്ട്. RSS പ്രവർത്തകനായ ഷിനോജിന്റെ വെളിപ്പെടുത്തൽ മറുപടി പറയണം ശ്രീ രാജേഷ്. പ്രതീക്ഷ ഇനി ഇടപെടരുതേ. ഇല്ല, നിങ്ങളെ ചോദിച്ചു, അതിനുശേഷം നിങ്ങൾ കുറെ എന്തൊക്കെ കേൾപ്പിച്ചു. ഞാൻ എനിക്ക് പറയാനുള്ള പറയട്ടെ, ഇനി ഇടപെടരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തേക്കും. എനിക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ ദയവ് താങ്കൾ ഇടപെടാം. പിന്നെ മറ്റൊന്ന്, ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് എന്റെ പാർട്ടിയുടെ നിലപാടാണ് പറയാനാണ്. എന്നെ വിളിച്ചൊരു തലക്കൽ കണക്ട് ഞാൻ ഇതൊക്കെ തുടക്കത്തിൽ പറയുന്നത് പോയിന്റുകൾ പറഞ്ഞു വരുമ്പോൾ അറപ്പിച്ച് അതിനെ മുറിച്ചതിന് ശേഷം CPM-ന്റെ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി നിന്നുവരാൻ ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്. ഇവിടെ നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ ആകുമ്പോൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും ടേപ്പെന്നും ഫോണെന്നും പറഞ്ഞുകൊണ്ട് ഓരോ പരിപാടികൾ അങ്ങ് തുടങ്ങും. കഴിഞ്ഞ ദിവസം ഞാനിവിടെ പ്രതീക്ഷിച്ചത് സൗമ്യയാണ്. കാരണം കഴിഞ്ഞ ദിവസം നവംബർ 2-ാം തീയതി ഒരാളിട്ട പോസ്റ്റ് എഡിറ്റ് ചെയ്ത് 8-ാം തീയതി ആക്കിയതിനു ശേഷം ഒരു കളി കളിച്ചു. അതിനുശേഷം സൗമ്യ എന്ന് പറയുന്ന ആങ്കർ ഇതുവരെയും കണ്ടിട്ടില്ല. അതുപോലെ CPM-ന്റെ കുറെ ജയരാജന്മാരും നിങ്ങൾ കുറെ മാധ്യമ പ്രവർത്തകരും ചേർന്നുകൊണ്ട് എല്ലാ ദിവസവും രാവിലെ കുറെ BJP പ്രവർത്തകന്റെ ഇതിന്റെ വിശ്വാസത, അതായത് ഇത് കെട്ടിച്ച ശ്രീ രാജേഷ്, ഈ ടെലിഫോൺ സംഭാഷണം കെട്ടിച്ചമച്ചത് എന്ന തരത്തിലേക്ക് വ്യാഖ്യാനിക്കുന്നത് ആദ്യം താങ്കൾ പിൻവലിക്കുക. കാര്യങ്ങൾ പറയിച്ചിട്ട് രാവിലെ ടെലിഫോൺ സംഭാഷണം എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിരിക്കുക. ഞാൻ ചോദിച്ചതിന് മറുപടി പറയൂ. എന്റെ രാജേഷ് ശ്രീ രാജേഷ് വളരെ ടെമ്പേർഡ് ആവില്ലേ ശ്രീ രാജേഷ്? ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ആഴ്ച എഡിറ്റ് ചെയ്ത് 8-ാം തീയതി 7-ാം തീയതി ആക്കിയതിനു ശേഷം അതിന്റെ വസ്തുതകൾ ശ്രീ രാജേഷ് അതിന്റെ വസ്തുതകൾ അവിടെ ബോധ്യപ്പെട്ട് കഴിഞ്ഞതാണ്. ഞാൻ ഒരു കാര്യം ദയവായി അങ്ങ് ഒന്ന് നിർത്തിയാൽ, അതായത് ഞാനൊന്ന് പറഞ്ഞ ശേഷം താങ്കൾക്ക് ഇഷ്ടം പോലെ സമയം തരാം. അതായത് താങ്കൾ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഞാനോ ഈ ഇരിക്കുന്ന ഇത് റിപ്പോർട്ട് ചെയ്ത ജീവൻ കുമാറോ രാവിലെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ് ബൂത്തിൽ കയറി ഞങ്ങൾ കാണിച്ച അല്ലെങ്കിൽ ഞങ്ങൾ പിടിച്ച പ്രസംഗം ആണ് എഡിറ്റ് ചെയ്തെന്ന തരത്തിലാണ് താങ്കൾ വ്യാഖ്യാനിച്ചു വരുന്നത്. എല്ലാ വിധത്തിലും പരിശോധിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. ശാസ്ത്രീയമായ ടെക്നിക്കൽ ഒരു കേസാണ്, നിർണായകമായ ഒരു കേസിൽ CBIയുടെ കൂടി ക്രെഡിബിലിറ്റിയിൽ നിർത്തുന്ന വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കേസിൽ ഇങ്ങനെ ഒരു ഗൂഢാലോചന നടത്തേണ്ടത് ഉണ്ടോ രാജേഷ്? അത് ആദ്യം താങ്കൾ ചിന്തിക്കും. ഇല്ലല്ല, കഴിഞ്ഞ ദിവസത്തെ കാര്യങ്ങൾ അവിടെ കളഞ്ഞു. അല്ല പറയട്ടെ 24 മണിക്കൂർ അയാളെ തലകീഴായി കെട്ടിത്തൂക്കിയിട്ട് മർദ്ദിച്ചു. എന്നിട്ട് അയാളെ കൊണ്ട് നിങ്ങൾ എന്തൊക്കെയോ പറയിച്ചു. അതിനുശേഷം നിങ്ങൾ എന്താ ചെയ്യുന്നത്? ഈ CBI അന്വേഷിച്ച് ഹൈക്കോടതി പോലും UPA ഗവൺമെന്റിന് അപ്പൊ CBI അന്വേഷിച്ച് ഹൈക്കോടതി പോലും കണ്ടെത്തിയല്ലേ കാരായിമാര്? അതുകൊണ്ടല്ലേ കണ്ണൂർ ജില്ലയിൽ കേരളം എന്ന് പറഞ്ഞത്? നിങ്ങൾക്ക് രാജിവെക്കേണ്ടി വന്നില്ല. എന്നിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായപ്പോഴേക്കും നാണം കെട്ട കളികളിലെ കളിക്കുന്നത്. ഒരു കാര്യം ചെയ്യും, ഈ ടെലിഫോൺ സംഭാഷണത്തിന് ആധികാരികതയോടെ ശാസ്ത്രീയമായി നിങ്ങൾ തെളിയൊരു നിങ്ങൾ ജഡ്ജിമാരല്ല സാർ, നിങ്ങൾ കൈരളി ചാനലിൽ താങ്കൾ പറയരുത്, താങ്കൾ വീണ്ടും ആവർത്തിക്കരുത് രാജേഷ്. ആധികാരികതയാണുള്ളത്? ഞാനൊരു മാധ്യമത്തോടുള്ള ബഹുമാനം നിങ്ങൾക്ക് എന്ത് ആധികാരികതയാണുള്ളത്? ഒരു ടെലിഫോൺ സംഭാഷണം എടുത്ത് അത് RSS പ്രവർത്തകന്റേതാണ്, BJP പ്രവർത്തകന്റേതാണ്, അവ കൊലപാതകം നടത്തിയെന്ന് ഫോണിലൂടെ സമ്മതിക്കുന്നു എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് ആധികാരികതയുള്ളത്? കഴിഞ്ഞ ദിവസം സുബീഷിനെ പോലീസ് ചോദ്യം ചെയ്തു. ആ സമയത്ത് സംഭാഷണമില്ല. താങ്കൾക്ക് ഇന്ന് രാവിലെ വരെ നിങ്ങൾക്ക് പറയുന്ന പോലീസിന്റെ ഗൂഢാലോചനയ്ക്ക് നിങ്ങൾക്ക് ആധികാരികമായി ഉറച്ചു നിൽക്കാമായിരുന്നു. അതിനുശേഷം വന്നതാണ് ഈ സംഭാഷണം, ക്രെഡിബിലിറ്റിയുള്ള സംഭാഷണം. അതിന് പരിശോധിക്കുന്നതിന്റെ വസ്തുതയിലേക്ക് കടക്കേണ്ടത് എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. നിങ്ങളുടെ CBI സംവിധാനം ഉപയോഗിച്ച് അന്വേഷിക്കാം. ശ്രീ രാജേഷ് ദയവായി. ഞാൻ പറഞ്ഞല്ലോ 2-ാം തീയതിയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട പോസ്റ്റിനെ
നരേന്ദ്രമോദി നോട്ട് നിരോധനം നേരത്തെ ലീക്കാക്കി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വാർത്ത കൊടുത്തല്ലോ, അതിന്റെ മറുപടി താങ്കൾ കൊടുക്കും. അതിന്റെ വിശദീകരണം ഞാൻ പറഞ്ഞു ശ്രീ രാജേഷ്, അതാണ് അല്ലല്ല ഇതിൽ നിന്നും ഒളിച്ചോടാൻ ഇതിൽ നിന്നും പിടിയില്ലെങ്കിൽ ധീരജ് മാധവൻ നേരത്തെ അറിഞ്ഞു സംഭവം ലീക്കായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ വസ്തുതയിൽ നിന്ന് ഞങ്ങൾ അതിന്റെ മറുപടി താങ്കൾ പറയൂ. ഈ ഞങ്ങളുടെ പാർട്ടിക്ക് എന്തുമാത്രം ഡാമേജ് വരുത്താൻ നിങ്ങൾ ശ്രമം നടത്തി. പിന്നെ കൈരളി ചാനലിലെ വാർത്ത എല്ലാവരും വിശ്വസിക്കാത്തതുകൊണ്ട് നിങ്ങളുടെ ആ ശ്രമം പരാജയപ്പെട്ടു. താങ്കൾ ഒരു കാര്യം ചെയ്യൂ, ആദ്യം അതിന് മറുപടി പറഞ്ഞതിന് ശേഷം ഈ ടെലിഫോൺ രാജേഷ് അസഹിഷ്ണുതയോടെ കട്ട് ചെയ്ത് പോരും. ഞാൻ എം വി ജയരാജനിലേക്ക് ഒന്ന് പോവുകയാണ്. ശ്രീ ജയരാജൻ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? ഇതിലെ അമ്മയുടെ മേക്കിട്ട് കയറുകയാണ് അങ്ങാടി തോറ്റേന്. അതാണിപ്പോ ശ്രീ രാജേഷ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. തങ്ങൾക്കെതിരായി തെളിവുകളും വസ്തുതകളും വന്നുകൊണ്ടിരിക്കുന്നു. നിരപരാധികളെ കള്ളക്കേസിൽ കുടുക്കിയ CBI പ്രതിസ്ഥാനത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇത്തരം ഒരു ഘട്ടത്തിലാണ് ആ തെളിവുകൾ പുറത്തു വരുമ്പോൾ ഉണ്ടായ അസഹിഷ്ണുതയും മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ഇംഗിതം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കവുമാണ് ഇതിന്റെ പിന്നിലെന്ന് വ്യക്തമാണ്. ഷിനോജ് RSSകാരനാണ് എന്ന കാര്യം ഇദ്ദേഹത്തിന്റെ ആ ചോദ്യത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇനി ഇദ്ദേഹം സമ്മതിക്കണ്ട, അവിടെ പോയ നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയും ഷിനോജ് ആരാണ്. ഷിനോജ് ഒരു RSS നേതാവുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണമാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. അത് വസ്തുതകളെ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്ന അന്വേഷണാത്മക പ്രവർത്തനത്തിന്റെ ഭാഗമായി നടത്തുന്നത്. ഇത് തന്നെയാണ് ജനം TV ഉൾപ്പെടെയുള്ള പല മാധ്യമങ്ങളും നടത്താറ്. ഈ സത്യം പുറത്തു വന്നപ്പോൾ RSSനെതിരായിട്ടുള്ളതാണ്. അത് അവർക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഈ കൂട്ടർ ഈ വിധത്തിലുള്ള അങ്ങാടിയിൽ തോറ്റതിന് അമ്മയുടെ മേഖലയായിരുന്ന നിലവന്നത്. തീർച്ചയായും നിരപരാധികളെ കേസിൽ നിന്ന് ഒഴിവാക്കുകയും അപരാധികളായിട്ട് ഇപ്പോൾ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ നിയമത്തിന് മുമ്പിൽ പിടികൂടപ്പെടേണ്ടുന്ന സുബീഷും ഷിനോജും ഉൾപ്പെടെ ഉള്ളവരെ CBI ചോദ്യം ചെയ്തുകൊണ്ട് വസ്തുത ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കണം, യഥാർത്ഥ പ്രതികളെ കണ്ടെത്തണം. ശ്രീ ജയരാജൻ തുടക്കം മുതൽ ഇങ്ങനൊരു സംശയം, അതായത് സംശയമല്ല, ഈ ആദ്യ മൊഴിയിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ആ സമയത്ത് എടുക്കുന്ന സമയത്ത് പോലും ഈ NDFകാർ പോലും ഇതിന്റെ പിന്നിൽ RSSകാരാണെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നില്ലേ? പിന്നീടാണ് പല ഗൂഢാലോചനകളിലേക്ക് കടക്കുകയും അത് നിങ്ങളിലേക്ക് എത്തുകയും ചെയ്യപ്പെട്ടു എന്നാണോ വിലയിരുത്തുന്നത്? അടിസ്ഥാനപരമായി ചില യാഥാർത്ഥ്യങ്ങൾ മറച്ചു വെക്കപ്പെട്ടിട്ടുണ്ടോ ഈ കേസുമായി ബന്ധപ്പെട്ട്? 2006 ഒക്ടോബർ 22 സംഭവം. ഒക്ടോബർ 23 തന്നെ NDFന്റെ അവിടുത്തെ നേതാവ് ജലാലുദ്ദീൻ RSS ആണ് ഫസൽ വധത്തിന്റെ പിന്നിലെന്ന് പ്രസ്താവനയിറക്കി. 24-ാം തീയതി സമാധാന യോഗത്തിൽ RSSകാരനായ പ്രചാരകൻ പങ്കെടുക്കുന്നത് ചൂണ്ടിക്കാട്ടി കൊലയാളികൾ ഇവിടെ തന്നെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഈ സമാധാന യോഗത്തിൽ പങ്കെടുക്കുന്നത് ഉചിതമല്ല, ബഹിഷ്കരിക്കുന്നുവെന്ന് പറഞ്ഞുകൊണ്ട് NDF ഇറങ്ങിപ്പോയി. അപ്പോഴെല്ലാം RSSകാരുടെ ഈ കൊലപാതകത്തിലുള്ള പങ്ക് ജനങ്ങൾക്കറിയാമായിരുന്നു. എന്ന് മാത്രമല്ല, ഫസലിന്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയുടെ മകൻ കൊടുത്ത മൊഴിയുണ്ട്. ഇപ്പോൾ കുറ്റപത്രത്തിൽ CBI കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ ആ മൊഴി കാണാം. ആ മൊഴിയിൽ പറയുന്നുണ്ട് ഫസൽക്കായോട് RSSകാർക്ക് വിരോധമുണ്ടായിരുന്നുവെന്ന്. RSSന്റെ ഒരു നേതാവ് യഥാർത്ഥത്തിൽ ഈ ഫസലിനെ കത്തി കാട്ടി ഭയപ്പെടുത്തി തന്നെ ഞങ്ങൾ പച്ചക്കൊടി കൊണ്ട് പുതപ്പിക്കുമെന്ന് പറഞ്ഞത് ഇപ്പൊ CBI ഫയൽ ചെയ്ത കുറ്റപത്രത്തിൽ തെളിവായി മൊഴിയായി അവിടെയുണ്ട്. ഇതെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്ന മൊഴികളാണ്, തെളിവുകളാണ്. പക്ഷെ പിന്നീട് എങ്ങനെയാണ് ഇത് മാറുന്നത്? CBI ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രംഗത്ത് വന്നു. ആദ്യം അറസ്റ്റ് ചെയ്ത പ്രതിയോട് CBI ആദ്യം കാരായി രാജയും മറ്റും പേര് പറയാൻ അവർ വഴങ്ങിയില്ല. അവരന്ന് വഴങ്ങിയിരുന്നുവെങ്കിൽ സുബീഷിന്റെ ഈ കുറ്റസമ്മതവും ഷിനോജിന്റെ ഈ ടെലിഫോൺ സംഭാഷണവും വഴി സത്യത്തിൽ ഈ കൊലക്ക് നേതൃത്വം കൊടുത്തവരാരാണെന്ന് കൊലയാളികൾ തന്നെ പറഞ്ഞ പരിതസ്ഥിതിയിൽ, തെളിവുകൾ പുറത്തു വന്ന പരിതസ്ഥിതിയിൽ അവർ അന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ആ മൊഴി ആയിരുന്നില്ലേ ഇപ്പോ രാജേഷ് ഉൾപ്പെടെയുള്ളവരുടെ പ്രതിരോധം? അങ്ങനെ തെളിവുകളില്ല, രാജ്യത്തിനായിട്ടോ മറ്റുള്ളവർക്കെതിരായിട്ടോ. തെളിവുകളെല്ലാം ഇപ്പൊ RSSകാരാണ് ഈ സംഭവത്തിന്റെ പിന്നിലെന്ന് തെളിയിക്കുന്ന, അനിഷേധ്യമായി ബോധ്യപ്പെടുത്തുന്ന തെളിവുകളാണ് സുബീഷിന്റേതായാലും ഷിനോജിന്റേതായാലും പുറത്തു വന്നിട്ടുള്ളത്. അടിയന്തരമായി തുടരന്വേഷണം നടത്തി യഥാർത്ഥ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത്.
ശരി 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 വളരെ നന്ദി ശ്രീ ജയരാജൻ.